ലീവ് ദ ഫുട്ബോൾ ബിഫോർ ദ ഫുട്ബോൾ ലീവ്സ് യു. 2 വർഷങ്ങൾക്ക് മുമ്പാണ് 2024 മെയ് ക്രിസ്റ്റൽ പാലസിനെതിരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നാണംകെട്ട തോൽവിക്ക് പിറകെ ലിവർപൂൾ ഇതിഹാസവും ഫുട്ബോൾ പണ്ഡിറ്റുമായ ജാമി കാരഗർ കാസമിറോയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ദ ഫുട്ബോൾ ഹാസ് ലെഫ്റ്റ് ഹിം. അയാളുടെ ഏജന്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെയോ വെടിതീർന്നിട്ടുണ്ട് എന്ന് അയാൾക്കൊന്ന് ഉപദേശിച്ചു കൊടുക്കൂ. ഇനി സൗദിയിലേക്കോ MLS-ലേക്കോ ഒക്കെ പോകട്ടെ. അതിങ്ങനെ വല്ലാതെ അതിര് കടന്നുപോയി. 2 വർഷങ്ങൾക്കിപ്പുറം 34-ാം വയസ്സിൽ കാസമിറോ യുണൈറ്റഡ് വിടാൻ ഒരുങ്ങുമ്പോൾ ജാമി കാരഗർ തൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇറ്റ്സ് നൗ ഫെയർ ടു സേ ദ ഫുട്ബോൾ ഹാസ് നോട്ട് ലെഫ്റ്റ് ഹിം. കാരഗർ യൂട്ടേൺ എടുത്തു. അല്ല, കാസമിറോ അയാളെ കൊണ്ട് തിരുത്തി പറയിച്ചു എന്ന് വേണം പറയാൻ. ഓൾഡ് ട്രാഫോർഡിലിട്ട് ഫുൾഹാമിന്റെ കഥ കടിച്ചതിന് ശേഷം ബ്രസീലിയൻ താരത്തെക്കുറിച്ച് പറയാൻ 100 നാവായിരുന്നു കാരഗറിന്. യുണൈറ്റഡ് ഹിസ്റ്ററിയിൽ അയാൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. ഹീസ് ബീൻ ഫാന്റാസ്റ്റിക് ദിസ് സീസൺ. കാരഗറിന്റെ വാഴ്ത്തുപാട്ട് ഇങ്ങനെ നീണ്ടുപോയി. ഫുൾഹാമിനെതിരായ മത്സരത്തിൽ മത്തേവൂസ് കുഞ്ഞിയുടെ 2ാം ഗോളിന് വഴിയൊരുക്കിയ കാസമിറോയുടെ അസിസ്റ്റ് കണ്ട ആരാധകർ ഒക്കെ ഒരേ സ്വരത്തിൽ ചോദിച്ചു കാണും, ഈ പ്രായത്തിലും എന്നാ ഒരിതാ. ആ ത്രില്ലർ പോരാട്ടത്തിൽ യുണൈറ്റഡിനായി ആദ്യം വലകുലുക്കിയതും കസേ തന്നെ ആയിരുന്നു. വർഷം 2022. റയൽ മാഡ്രിഡിനൊപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയ ഗരിമയുമായാണ് കാസമിറോ ഓൾഡ് ട്രാഫോർഡിന്റെ പടിചവിട്ടുന്നത്. 70 മില്യൺ പൗണ്ട് എന്ന വലിയ തുകക്കായിരുന്നു ആ കൂടുമാറ്റം. എന്നാൽ മുടക്കിയതിനുള്ള ഫലമൊന്നും അയാളിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ വർഷം വരെ മാനേജ്മെന്റിന്റെ നിലപാട്. അതിപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ജിം റാറ്റ്ക്ലിഫ് ഒരിക്കൽ ബ്രസീലിയൻ താരത്തെക്കുറിച്ച് ഓവർ പെയ്ഡ് എന്ന് വരെ പരസ്യമായി പ്രതികരിക്കുന്നുണ്ട്. 37,500 പൗണ്ടാണ് പ്രതിവാരം യുണൈറ്റഡ് കാസമിറോക്ക് നൽകുന്നത്. അതിനിയും തുടരാൻ ഒരുക്കമല്ലെന്നും താരവുമായുള്ള കരാർ പുതുക്കുന്നില്ലെന്നും മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു. ഇതോടെ യുണൈറ്റഡിന്റെ ചെങ്കുപ്പായത്തിൽ കാസമിറോയുടെ അവസാന സീസണാകും ഇത് എന്ന് ഉറപ്പായി. 2022 എറിക് ടെൻ ഹാഗിന്റെ ഫ്രാങ്കി ഡിയോങ് പ്ലാൻ നടക്കാതെ പോയതോടെയാണ് യുണൈറ്റഡ് കാസമിറോയ്ക്ക് പിറകിൽ പോകുന്നത്. അക്കാലത്ത് ഡെക്ലാൻ റൈസ് അടക്കം പലരും റെഡ് ഡെവിൾസിന്റെ റഡാറിലുണ്ടായിരുന്നു. എന്നാൽ ആ നീക്കങ്ങളൊക്കെ പാളി. മിഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നടപടിയാകില്ലെന്ന് ടെൻഹാഗ് തീർത്ത് പറഞ്ഞു. അങ്ങനെയാണ് ടീം കാസമിറോക്കായി വലവിരിക്കുന്നത്. ബ്രസീലിയൻ താരവുമായി 4 വർഷത്തെ കരാറിൽ റെഡ് ഡെവിൾസ് ഒപ്പുവെക്കുന്നു. അരങ്ങേറ്റ സീസണിൽ കരബാവോ കപ്പ് ഫൈനലിൽ സ്കോർ ചെയ്ത് യുണൈറ്റഡിനെ കിരീടമണിയിച്ചാണ് ഓൾഡ് ട്രാഫോർഡിൽ കാസമിറോയുടെ ഫുട്ബോൾ സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നത്. ആ സീസണിൽ റെഡ് ഡെവിൾസ് ലീഗിൽ 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എറിക് ആന്റോണയ്ക്ക് ശേഷം യുണൈറ്റഡ് നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് എന്ന് വരെ അക്കാലത്ത് അയാളുടെ വരവിനെ കുറിച്ച് ചിലർ എഴുതുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത സീസൺ മുതൽ അങ്ങോട്ട് കാസമിറോക്ക് പ്രതിസന്ധിക്കാലങ്ങളായിരുന്നു. ടെൻഹാഗിന്റെ സിസ്റ്റത്തിൽ അയാൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. പ്രീമിയർ ലീഗിന്റെ പേസിനൊപ്പം അയാൾക്ക് ഓടിയെത്താനാകുന്നില്ലെന്ന് പലരും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അക്കാലത്താണ് ജാമി കാരഗറിന്റെ പ്രസ്താവന എത്തുന്നത്. 21-കാരൻ ടോബി കോലിയർ അമോറിമിന് കീഴിൽ ഇടക്കാലത്ത് യുണൈറ്റഡിന്റെ ഫസ്റ്റ് ചോയ്സായി മാറുന്നത് കണ്ടു. തന്റെ കുപ്രസിദ്ധമായ 3-4-3 സിസ്റ്റത്തിൽ കാസമിറോ വർക്കാകില്ലെന്ന് ഒരിക്കൽ അമോറിം തുറന്നടിച്ചു. എന്നാൽ വിമർശനങ്ങളുടെ കൂരമ്പുകൾക്കിടയിൽ നിന്ന് കഠിനാധ്വാനിയായ കാസമിറോ ഉയർത്തെഴുന്നേറ്റു. അയാൾ ടീമിൽ തന്റെ പൊസിഷൻ തിരിച്ചു പിടിച്ചു. പോയ സീസൺ യൂറോപ്പ ലീഗിൽ നോക്കൌട്ട് സ്റ്റേജിലെ മുഴുവൻ മത്സരങ്ങളിലും യുണൈറ്റഡ് ജേഴ്സിയിൽ സ്റ്റാർട്ട് ചെയ്തു. ടീമിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക റോൾ ഉണ്ടായിരുന്നു അയാൾക്ക്. ലീഗിൽ 19 മത്സരങ്ങളിൽ ഫസ്റ്റ് 11-ൽ ഇടം നേടി. 2025 ഫെബ്രുവരി മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി 11 ഗോൾ ഇൻവോൾവ്മെന്റ് ഉണ്ട് കാസമിറോക്ക്. യുണൈറ്റഡ് താരങ്ങളിൽ ബ്രൂണോ ഫെർണാണ്ടസ് മാത്രമാണ് ഇക്കാര്യത്തിൽ അയാൾക്ക് മുകളിലുള്ളത്. 5 ഹെഡർ ഗോളുകളാണ് കാസമിറോ സ്കോർ ചെയ്തത്. ഈ കാലയളവിനിടയിൽ പ്രീമിയർ ലീഗിൽ അതിൽ കൂടുതൽ ഹെഡറുകൾ നേടിയ 2 താരങ്ങളേ ഉള്ളൂ. സെറ്റ് പീസുകളിൽ അയാൾ എത്രമേൽ അപകടകാരിയാണ് എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഫുൾഹാമിനെതിരായ മത്സരം. കാസമിറോയുടെ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ യുണൈറ്റഡ് മുന്നേറ്റങ്ങളിൽ ഒരു സുപ്രധാന വെപ്പണാണ്. മൈക്കൽ കാരിക്ക് പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷം യുണൈറ്റഡ് കളിച്ച 3 മത്സരങ്ങളിലും കാസമിറോ കളം നിറഞ്ഞു. ഫുൾഹാമിനെതിരായ മത്സരത്തിൽ 1 ഗോളും അസിസ്റ്റുമായി പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം. ബാഡ്ജിനോടുള്ള അയാളുടെ അടങ്ങാത്ത അഭിനിവേശം അയാൾ റയൽ ജേഴ്സിയിലായിരിക്കുമ്പോൾ തന്നെ പലകുറി നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫുൾഹാമിനെതിരെ 74-ാം മിനിറ്റിൽ കളം വിടുമ്പോൾ കാസെ ബാഡ്ജിൽ ചുംബിക്കുന്നത് നമ്മൾ കണ്ടു. ഭാവിയെ മുന്നിൽ കണ്ടുള്ള കരുനീക്കങ്ങൾക്ക് മുതിരുന്ന യുണൈറ്റഡ് കാസമിറോയെ നിലവിലെ ഫോം കണ്ട് ടീമിൽ നിലനിർത്തും എന്ന് കരുതുന്നില്ല. കുറച്ചുകൂടി വേഗതയുള്ള യങ് ബ്ലഡുകൾക്കായുള്ള അന്വേഷണങ്ങളിലാകും അവർ. അതുതന്നെയാകും ഉചിതം എന്നാണ് വിലയിരുത്തലുകളും. കാർലോസ് ബലേബ, ഏലിയറ്റ് ആൻഡേഴ്സൺ, ആഡം വാട്ടൺ തുടങ്ങി പല പേരുകളും റെഡ് ഡെവിൾസിന്റെ റഡാറിലുണ്ട്. അടുത്ത ലോകകപ്പിൽ ബ്രസീലിയൻ ജേഴ്സിയിൽ കസെ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. റയലിലായിരിക്കെ കാർലോ ആഞ്ചലോട്ടിയുടെ വിശ്വസ്തരിൽ ഒരാളായിരുന്നല്ലോ അയാൾ. അതിനുശേഷം അയാളുടെ ഭാവി അറിയാം. ഏതായാലും ഓൾഡ് ട്രാഫോർഡിൽ മുറിവുകൾ അവശേഷിപ്പിച്ചാകില്ല അയാളുടെ പടിയിറക്കം, തീർച്ച.